മാംഗല്യം പാർട്ട് 7. കുട്ടുവിൻ്റെ സംസാരമെല്ലാം കേട്ട് അവർ എല്ലാവരും അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ എല്ലാവരെയും കൂട്ടി കുട്ടു അടുത്ത് കണ്ട ഒരു റൂമിലേക്ക് കയറി. അതിനകത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും രൂക്ഷമായ മരുന്നിൻ്റെ ഗന്ധം മൂക്കിലേക്ക് ഇരച്ച് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അത് പാറുവിൻ്റെ അച്ഛനാണെന്ന്. പക്ഷേ വിവിക്ക് മാത്രം ആ രൂപവും ആ മുഖവും എവിടെയൊക്കെ കണ്ട് നല്ല പരിചയമുള്ളതുപോലെ അവൻ സൂക്ഷിച്ചു നോക്കി. പക്ഷേ എവിടെ എന്ന് അവന് ഓർമ്മ കിട്ടിയില്ല. എല്ലാവരും ആ മനുഷ്യനെ കണ്ട് ഒന്ന് ചിരിച്ചു കാട്ടി. അതിനുശേഷം അവരുടെ സുഖവിവരം എല്ലാം അന്വേഷിച്ച് കാഷ്വലായി ഒരന്വേഷണവും നടത്തി അവർ എല്ലാവരും തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോഴും വിവിയുടെ മനസ്സിൽ മാത്രം ആ രൂപം അങ്ങനെ തിങ്ങി നിൽക്കുന്നു. ഞാൻ എവിടെയോ ഈ മനുഷ്യൻ്റെ മുഖം കണ്ടിട്ടുണ്ട്, എവിടെയെന്ന് മാത്രം ഓർമ്മ കിട്ടുന്നില്ല. ബൈക്ക് ഓടിച്ച് തൻ്റെ വീട്ടിൽ എത്തിയിട്ടും അവൻ്റെ ചിന്തകൾ ആ രൂപത്തിൽ നിന്നും മാറിയില്ല. അവൻ എന്തോ ആലോചിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നത് കണ്ടുകൊണ്ടാണ് അവൻ്റെ ഏട്ടൻ പുറത്തേക്ക് വന്നത്. എന്താടാ നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? അല്ലേട്ടാ, ഞാൻ ഇന്ന് പാറൂസിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവളുടെ അച്ഛനെ കണ്ടപ്പോൾ എവിടെയോ കണ്ട് നല്ല പരിചയം, പക്ഷെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അവൻ പറഞ്ഞതും നീ സമാധാനത്തെ ഇരുന്നൊന്ന് ആലോചിക്കുക, എവിടെയെങ്കിലും കണ്ട് നല്ല ഓർമ്മ കാണും. അത് പതുക്കെ ആയാലും മെമ്മറി ക്യാച്ചപ്പ് ചെയ്യും. അതുകൊണ്ട് നീ സമാധാനത്തെ ആലോചിക്കുക. അത്രയും പറഞ്ഞ് തൻ്റെ വണ്ടിയുടെ താക്കോലും എടുത്ത് അയാൾ പുറത്തേക്ക് പോയി. അവൻ മെല്ലെ റൂമിലേക്ക് കയറി ബെഡിലേക്ക് കിടന്നു. അവൻ അപ്പോഴും അത് തന്നെ ആലോചിച്ച് വല്ലാത്ത തലവേദന തോന്നി. ആലോചനയ്ക്ക് ഒടുവിൽ നമ്മുടെ വിവി അവിടെ തന്നെ കിടന്ന് അങ്ങ് ഉറങ്ങി. സ്വപ്നത്തിൽ ആ രൂപം അവൻ്റെ അടുത്തേക്ക് വരുന്നതും അവനോട് സംസാരിക്കുന്നതും ഒക്കെയായി അവൻ സ്വപ്നം കണ്ടു. അപ്പോഴാണ് അവന് തൻ്റെ അമ്മയുടെ പഴയ ആൽബത്തിൽ നിന്നും അമ്മയുടെ ഏട്ടൻ്റെ രൂപം ഓർമ്മയിൽ വന്നത്. പെട്ടെന്ന് തന്നെ അവൻ കണ്ണ് വലിച്ചു തുറന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ അലമാരിക്കകത്തിരിക്കുന്ന പഴയ ആൽബങ്ങൾ തപ്പിയെടുത്തു. അതിൽ നിന്നും അവൻ വെപ്രാളത്തോടെ ആ മനുഷ്യൻ്റെ മുഖം തിരിയാൻ തുടങ്ങി. ഒടുക്കം ആ രൂപത്തിൽ ചെന്ന് തറച്ചതും അതെ, എൻ്റെ മാമനാണത്. അപ്പോൾ പാറു എൻ്റെ മാമൻ്റെ മകൾ, എൻ്റെ അനിയത്തിക്കുട്ടി. അവൻ അതീവ വാത്സല്യത്തോടെ മനസ്സിലോർത്തു. ആ ചെറുചിരിയോടെ തന്നെ ആ കബോർഡ് അടച്ച് അവൻ നേരെ അവൻ്റെ റൂമിൽ വന്ന് കിടന്നു. കുറേ സമയം കഴിഞ്ഞതും ഡോർ ആരോ തട്ടുന്നതും ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നതും അവൻ ശ്രദ്ധിച്ചു. അവൻ കള്ളയുറക്കം നടിച്ച് അങ്ങനെ കിടന്നു. ചെക്ക, നീ കള്ളയുറക്കമൊന്നും നടിക്കണ്ട. ഞാൻ കണ്ടു നീ എന്നെ കണ്ടിട്ടാണ് ഇങ്ങനെ കള്ളയുറക്കം നടിച്ച് കിടക്കുന്നേ എന്ന് അവൻ്റെ അമ്മ ലത അകത്തേക്ക് വന്നുകൊണ്ട് അവനോടായി പറഞ്ഞു. അവൻ എന്നിട്ടും ഒന്നും അനങ്ങാതെ കിടക്കുന്നത് കണ്ട് അവർ അവനെ ഒന്ന് തട്ടി. അവൻ മെല്ലെ കണ്ണു തുറന്നു നോക്കി. ചെക്ക, നിനക്ക് കോളേജിൽ നിന്ന് വന്ന ഈ വേഷമെങ്കിലും ഒന്ന് മാറി ഒന്ന് ഫ്രഷായി താഴേക്ക് വന്ന് എന്നോട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും ഇരുന്നൂടെ? നീ എന്തിനാ എപ്പോഴും ഈ റൂം അടച്ച് ഇതിനകത്ത് തന്നെ ഇരിക്കുന്നേ? ഇന്നെന്താ പതിവില്ലാതെ വന്ന് കിടക്കുന്നത്? അതോ, അമ്മയ്ക്കൊരു ബിഗ് സർപ്രൈസ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എനിക്കോ? അതെന്താടാ? അതോ, അമ്മ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളില്ലേ? അതാരാടാ? അതൊക്കെ ഉണ്ട്, അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ വ്യക്തിയെ മുന്നിൽ കൊണ്ട് നിർത്തൽ അമ്മയുടെ ഫീലിങ്സ് എന്തായിരിക്കും? അമ്മ എനിക്ക് എന്ത് തരും? അത് പറഞ്ഞതും അവർ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. അതിനുശേഷം കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. എൻ്റെ ഏട്ടനെ നീ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുവോ? അവർ അല്പം വിഷമത്തോടെ തന്നെ ചോദിച്ചു. കൊണ്ട് നിർത്തിയാൽ എനിക്ക് എന്ത് തരുമെന്ന് പറ. ഒന്ന് പോടച്ചക്ക, ഈ ജന്മത്തിൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നീ പറയുന്നത്. എൻ്റെ ഏട്ടൻ എവിടാന്ന് എനിക്ക് പോലും അറിയില്ല. ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ പോലും ഏട്ടൻ ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ തിരക്കിയപ്പോൾ അറിഞ്ഞത്. പിന്നെ ഏട്ടൻ വിവാഹം കഴിച്ചുവെന്നും അതിൽ ഒരു ചുന്ദരി മോളുണ്ടെന്നും ഞാൻ അറിഞ്ഞു. ഏകദേശം നിൻ്റെ പ്രായം, അല്ല എങ്കിൽ നിന്നേക്കാൾ ഇളയതാകാനാണ് സാധ്യത. എന്തായാലും ആ ചുന്ദരി മോളെ എൻ്റെ വേദിനെ കൊണ്ട് തന്നെ കെട്ടിക്കണം, അങ്ങനെ ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പെങ്ങടെ മോളെ എന്ത് ചെയ്യാനാ അമ്മയുടെ ഉദ്ദേശം? അവൾ ഏട്ടനെ അല്ലാതെ വേറെ ആരും കെട്ടില്ല എന്ന് ഒറ്റക്കാലിൽ തപസ് ചെയ്ത് നിൽക്കല്ലേ. അവളോട് പോയി പണി നോക്കാൻ പറ. എൻ്റെ മോളെ മതി എൻ്റെ വേദിനി. അമ്മയുടെ വാക്കുകൾ ഒരു ചെറുചിരിയോടെ കേട്ടിരുന്നപ്പോഴാണ് വിവി എന്തോ ആലോചിച്ചതുപോലെ തന്നെ പെട്ടെന്ന് തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ഓൺ ചെയ്ത് അതിൽ നിന്നും ഗാലറിയിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ
അവൻ അത് സൂം ചെയ്ത് അതിലെ പാറുവിൻ്റെ മുഖം ഒന്ന് നോക്കി. അതിനുശേഷം പഴയതുപോലെ ആക്കി അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് അമ്മയോടായി പറഞ്ഞു, ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ അമ്മയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുണ്ട്, കണ്ടുപിടിച്ച് പറയാമോ എന്ന് അവനൊരു കുറുമ്പോടെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പെട്ടെന്ന് തന്നെ ആ ഫോട്ടോയിലൂടെ അവരുടെ കണ്ണുകൾ ഓടിപ്പാഞ്ഞിരുന്നു. അവസാനം അത് പാറുവിൽ ചെന്ന് തറഞ്ഞു നിന്നു. നിറ കണ്ണുകളോടെ പാറുവിൻ്റെ ഫോട്ടോ സൂം ചെയ്ത് അവർ വിവിക്ക് നേരെ തിരിച്ചു. ഇത് ആരാ മോനെ? എന്താ അമ്മ? എൻ്റെ കുഞ്ഞു പ്രായത്തിലെ മുഖം ഏകദേശം ഇതുപോലെ ഉണ്ടായിരുന്നു. അത്ര ക്യൂട്ട് എൻ്റെ മോളെ കാണാൻ. എന്നാ അമ്മക്ക് ഏട്ടനെ കൊണ്ട് കെട്ടിച്ചാൽ എന്താ? ഒരു പാവം പാറൂസ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല മോള. അവർ ആ ഫോട്ടോയിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ അവന് മറുപടി നൽകി. കുറച്ച് മുമ്പല്ലേ പറഞ്ഞ് അമ്മയുടെ ഏട്ടൻ്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. ഓ, അതിനി എവിടാണെന്നും പറഞ്ഞ് ഈ പ്രായത്തിനിടയിൽ ചിലപ്പോൾ അതിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് കാണും. അവർ ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പാറുവിൻ്റെ ഫോട്ടോയിൽ തന്നെ നോക്കിയിരുന്നു. എന്തായാലും നമുക്കൊന്ന് ആലോചിച്ചാൽ എന്താ? എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടടാ ഈ മോളെ. എന്നാൽ പിന്നെ ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ നമുക്ക് നമ്മുടെ പാറൂസിൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോയാലോ? അവിടെ ചെന്ന് അവളുടെ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി തന്നെ എൻ്റെ അമ്മയുടെ മരുമകളായി, എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി, എൻ്റെ ഏട്ടത്തിയായി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തു പറയുന്നു മിസ്സിസ് ലതാകൃഷ്ണൻ? അവൻ ചോദിച്ചു. എനിക്ക് 100 വട്ടം സമ്മതം. പക്ഷേ അമ്മ. എന്താടാ ഒരു പക്ഷേ? അതിന് എൻ്റെ മസിലളിയനെയും കൂടി സമ്മതിക്കണ്ടേ? അമ്മ ആദ്യം ഏട്ടനോട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ സമ്മതം കിട്ടിയാൽ നമുക്ക് പോയി അവളെ ഒന്ന് പെണ്ണ് കാണാം. അതിനുശേഷം ബാക്കിയൊക്കെ തീരുമാനിക്കാം. എന്തു പറയുന്നു? ശരി, ഡൺ. ഞാൻ അവനോട് സംസാരിക്കാം. ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് പോകാം. അതെന്തിനാമ്മ ഇത്ര ധൃതി കൂട്ടുന്നത്? ഇനി നമ്മൾ ചെല്ലാൻ താമസിച്ച് ഇനി വേറെ ആരെങ്കിലും കുത്തിക്കൊണ്ട് പോയാൽ എന്തോ ചെയ്യും? അതുകൂടി താങ്ങാൻ വയ്യടാ. അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. അവർ പറയുന്നതെല്ലാം ഒരു ചെറുചിരിയോടെ തന്നെ കേട്ടിരുന്നു. അമ്മ കുറച്ച് മുമ്പേ പറഞ്ഞ അതേ അമ്മയുടെ സഹോദരൻ്റെ മകൾ തന്നെ. അവിടെ ചെന്നതിന് ശേഷം മാത്രം കണ്ടാൽ മതി അമ്മ ഇപ്പം തന്നെ കൂടും കുടുക്കെടുത്ത് അങ്ങോട്ടോടും. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ആദ്യം എനിക്കറിയണം. അതിനുശേഷം മാത്രം അമ്മയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ഇല്ല എങ്കിൽ ഞാൻ ഇന്ന് കണ്ടതുപോലെ ആ അവസ്ഥയിൽ അമ്മയുടെ ഏട്ടനെ കണ്ടാൽ ചിലപ്പോൾ അമ്മയ്ക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുമാത്രവുമല്ല, എൻ്റെ പാറുവിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഒരുപാട് സങ്കടമുണ്ട്. അതുകൂടി എന്തെന്ന് എനിക്കറിയണം. അവൻ്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം കണക്കുകൂട്ടൽ നടത്തി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വിവേകിന് പാറൂസിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ അറിയാനുള്ള വ്യഗ്രതയായിരുന്നു. അവൻ അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അത് എല്ലാം അറിഞ്ഞതോടുകൂടി വിവേക് ഇനി ഒരു നിമിഷം പോലും അവളെ അവിടെ നിർത്തില്ല എന്ന് തീർത്ത് മനസ്സിൽ ഉറപ്പിച്ചു. അവൻ മനസ്സിൽ ഓരോ കണക്കുകൂട്ടലുകളുമായി വീട്ടിലേക്ക് ചെന്നെത്തി അമ്മയോട് നാളെ തന്നെ ഏട്ടന് വേണ്ടി പാറുവിനെ പെണ്ണ് കാണാൻ ചെല്ലാം എന്ന് അവൻ പറഞ്ഞു. പക്ഷേ ഏട്ടൻ്റെ അനുവാദത്തോടുകൂടി ഏട്ടനും കൂട്ടി വേണം അങ്ങോട്ട് പോകേണ്ടത് എന്ന് മാത്രം. അവൻ അതും പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോയി. ഇനി അവൻ്റെ അടുത്ത് ഇതൊക്കെ എങ്ങനെ പറയും? അതും ആലോചിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് വേദ് അകത്തേക്ക് വരുന്നത്. വേദ് നോക്കിയപ്പോൾ അമ്മ എന്തൊക്കെയോ വലിയ ആലോചനയാണ്. താൻ എത്തിയതുപോലും അറിയാതെ ഇത്ര ഗഹനമായി എന്താണ് ആലോചിക്കുന്നത്? അവൻ മെല്ലെ അമ്മയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. എന്താണ് അമ്മൂസ്? ഏതാണ്ട് വലിയ ആലോചനയിലാണല്ലോ. അവർ മുഖം കൂട്ടി തിരിഞ്ഞിരുന്നു. ഇതിപ്പം ഞാനറിയാത്ത എന്ത് പ്രശ്നമാ? അവൻ നെറ്റി ചുളിച്ച് അമ്മുവിനെ പിടിച്ച് നേരെ തിരിച്ചിരുത്തി. എന്താ അമ്മ, കാര്യം പറ. ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കുമോ? ആദ്യം കാര്യം പറ. നീ സമ്മതിക്കാമെങ്കിൽ മാത്രം കാര്യം പറയാം. അമ്മ, കാര്യം എന്താണെന്ന് കേൾക്കാതെ എങ്ങനെയാ അമ്മ സമ്മതിക്കുന്നേ? അമ്മ കാര്യം പറ. അമ്മ എന്തെങ്കിലും പറഞ്ഞത് നീ സമ്മതിച്ച് നിനക്ക് ദോഷമായി വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ നിനക്കെന്താ കണ്ണും പൂട്ടി കാര്യം സമ്മതിച്ചാൽ? അത് അമ്മ. ശരി, അമ്മ പറയുന്നത് പോലെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അവർ അവിടെ ഇരുന്നു കൊണ്ട് വിവേകിനെ വിളിച്ചു. വിവി, നാളത്തെ കാര്യം ഡൺ. ശരി അമ്മ, അവൻ ഉത്സാഹത്തോടെ പറഞ്ഞ് റൂമിലേക്ക് കയറി. ഇതെന്താ? ഞാൻ സമ്മതം പറഞ്ഞല്ല, കാര്യം ഇനി പറ. അത് നാളെ നിനക്ക് വേണ്ടി ഒരു പെങ്കൊച്ചിനെ പെണ്ണ് കാണാൻ പോകുന്നതിന് വേണ്ടിയാ. നിന്റെ സമ്മതിച്ച അമ്മ.
അവൻ ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. അവൻ്റെ ആ പ്രവൃത്തി കണ്ട് ലതയൊന്ന് ഭയന്നു. അവനോടൊപ്പം തന്നെ എഴുന്നേറ്റ്, എന്താ മോനെ? അത് അമ്മ, എനിക്ക് ഒരു കൊച്ചിനെ ഇഷ്ടമായി. അത് എവിടാ എന്തുവാ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായി ഞാൻ പോയപ്പോഴാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. അവൻ പറഞ്ഞതും, അതിനെന്താ, നാളത്തെ ആ കൊച്ചിനെ ഒന്ന് കാണാൻ പോകാമെന്നല്ലേ ഉള്ളൂ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വേണ്ട, അമ്മ നിർബന്ധിക്കില്ല. പക്ഷേ ഞാനിപ്പോൾ വിവിയോട് വാക്ക് പറഞ്ഞു പോയില്ലേ, നീ എൻ്റെ വാക്ക് സമ്മതിക്കുമെന്ന്? പ്ലീസ് ഡാ ചക്കരെ, ഒന്ന് സമ്മതിക്കടാ. അവർ കെഞ്ചലോടെ വേദിനോട് പറഞ്ഞതും അവൻ ഒരു ചെറുചിരിയോടെ, ബട്ട് വൺ കണ്ടീഷൻ, എനിക്ക് പെൺകുട്ടി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പിന്നീട് വിവാഹത്തിൻ്റെ കാര്യം ഒന്നും പറഞ്ഞ് എന്നെ നിർബന്ധിക്കാൻ വരരുത്. ഓ ശരി സാറേ, ഞാൻ നിർബന്ധിക്കില്ല. നീ പോയി നിൻ്റെ പെണ്ണിനെ അന്നേരം കണ്ടുപിടിച്ചോ. പക്ഷേ നാളത്തെ ഒരു ദിവസം എന്നോടൊപ്പം വരികയും വേണം. ഡൺ. അവൻ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി.